മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. ഭക്തരെ, നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാതിരിക്കുക. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതരും ദുർബലരുമാക്കുന്നു. കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ്. കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കുമത്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റു ചെയ്തവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ഭക്തരെ, ചില വേദനകൾ മനസ്സിന് താങ്ങാനും കഴിയില്ല, ആരോടും പറയാനും പറ്റില്ല. പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാകണമെന്നുമില്ല. ഭക്തരെ, വെളിച്ചത്തിലൂടെ നടന്നാലും ചിലപ്പോൾ വഴി തെറ്റിയേക്കാം, വീണു പോയെന്നും വരാം. ഓരോ വഴിതെറ്റലും ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ വിവേകമുള്ളവരും തിരിച്ചറിവുള്ളവരുമാക്കുന്നു. തെറ്റിൽ നിന്നല്ലാതെ ഒന്നും പഠിക്കാനാവില്ല. ഭക്തരെ, നിങ്ങളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിയുക, അത് നിങ്ങൾ മാത്രമാണ്. ഭക്തരെ, മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിനു മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെയാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. മരിക്കുന്നതുവരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും. ഭക്തരെ, ഇത് ജീവിതമാണ്. ജനങ്ങൾ പല വിധത്തിലുണ്ട്. ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തിക്കളയും. മനസ്സിൽ നന്മ മാത്രം സൂക്ഷിക്കുന്നവർ പലപ്പോഴും പറ്റിക്കപ്പെടും. പലർക്കു മുന്നിലും തലകുനിക്കേണ്ടി വന്നേക്കാം, പക്ഷേ അവരൊരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. ഭക്തരെ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടു പോകില്ല. ഭക്തരെ, ബുദ്ധിശൂന്യന്മാരുടെ കാതുകൾ എപ്പോഴും അടഞ്ഞിരിക്കും, അവരുടെ വായകൾ എപ്പോഴും തുറന്നിരിക്കും. എന്നാൽ ബുദ്ധിമാന്മാർ വായ അടച്ച് കാതുകൾ തുറന്നു വെച്ച് ഇരിക്കുന്നവരായിരിക്കും. പശ്ചാത്തപിച്ചതുകൊണ്ട് ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല. ആശങ്കപ്പെടുന്നത് കൊണ്ട് ഭാവിയെ മെച്ചപ്പെടുത്താനും കഴിയില്ല. അതിനാൽ വർത്തമാനകാലം ആസ്വദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഭംഗി. ഭക്തരെ, കരയുന്നവരെ കരയിപ്പിക്കുക, ഭയപ്പെടുന്നവനെ ഭയപ്പെടുത്തുക. ഇതാണ് ലോകത്തിലുള്ള മനുഷ്യരുടെ രീതി. അതുകൊണ്ട് കരയാതിരിക്കുക, ആരെയും ഭയപ്പെടാതിരിക്കുക. ഇതുമാത്രമാണ് ഈ ലോകത്തിലെ മനുഷ്യരെ വിജയിക്കാനുള്ള രീതി. ഭക്തരെ, ചെറുപ്പകാലത്തിൽ മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. വൃദ്ധനാകുമ്പോൾ മനുഷ്യൻ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ ജീവിതത്തിൽ മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം സന്തോഷം നിലനിൽക്കുന്നത് വർത്തമാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ ഭൂതകാലത്തിലോ ഭാവിയിലോ അല്ല, വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. ഭക്തരെ, ആരുടെയും സഹായമില്ലാതെ നിങ്ങൾ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക. കാരണം നിങ്ങളെ സഹായിക്കുന്ന വ്യക്തി എത്ര ശക്തനാണെങ്കിലും ഒരു നാൾ ആ സഹായം ഇല്ലാതാകുന്ന ഒരു നാൾ വരും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.